ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇപ്പോൾ ക്രിസ്മസ് സീസൺ അല്ലേ, സോ നമ്മൾ ഇന്നൊരു ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോവാണ്. എനിക്കിവിടെ ഒരു കുഞ്ഞൊരു ഡെക്കറേഷൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ചെറുതാട്ടോ, നമുക്ക് വലിയ ട്രീ ഒന്നും വാങ്ങി വയ്ക്കാൻ പറ്റില്ല. ബിക്കോസ് ഡാനി അതൊക്കെ പിടിച്ച് ഇങ്ങനെ താഴേക്കിടും. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ടേബിളിൻ്റെ മേലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോലെ ഒരു മിനി ഡെക്കറേഷൻ ചെയ്താൽ കൊള്ളാം എന്നെനിക്കുണ്ട്. സോ നമ്മളതിൻ്റെ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങുകയാണ്. സോ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് അനു ആൻഡ് എഡ്വിൻ. ഞാൻ ഒരുപാട് ലേറ്റാണ് ക്രിസ്മസ് ഡെക്കറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ ഇപ്പോഴെങ്കിലും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ ഇത്തവണ അങ്ങനെ ഡെക്കറേഷൻസ് ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ ഇത്ര ലേറ്റ് ആയത്. ഇങ്ങനെ ക്രിസ്മസ് ഇങ്ങനെ അടുക്കാറായപ്പോഴാണ് നമുക്കൊരു ക്രിസ്മസ് ഫീൽ അങ്ങനെ വരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ട്രീയോ ക്രിബ് എങ്ങാനും വാങ്ങി വെക്കാമെന്ന്. നമ്മൾ 2 ദിവസം മുന്നായിട്ട് ഇവിടെ അടുത്തുള്ള കുട്ടി കുട്ടി ഷോപ്പുകൾ ഉണ്ടാവില്ലേ, അവിടെ പോയി അന്വേഷിച്ചു കേട്ടോ, ക്രിബ് കിട്ടുമെന്ന്. ക്രിബിനുള്ള സ്റ്റാച്യൂസൊക്കെ ഇല്ലേ, അത് കിട്ടുമെന്ന് അന്വേഷിച്ചു. പക്ഷേ അവർ പറഞ്ഞു അതിവിടെ ഇല്ല, അത് നമുക്ക് വേണമെങ്കിൽ മോളിലെങ്ങാനും പോയാൽ കിട്ടും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞങ്ങൾ മോളിലേക്ക് ഇറങ്ങുന്നത്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിബ് എനിക്കൊരു കുഞ്ഞൊരു ക്രിബും കൂടെ വെക്കണം എന്നുണ്ട്. പക്ഷെ നമ്മൾ ഓൺലൈൻ നോക്കുമ്പോഴും അങ്ങനെ ഒന്നും ക്രിബ് കാണാനില്ല. കുറേ ട്രീസും സ്റ്റാർ അങ്ങനെ ക്രിസ്മസ് ഓഫർ എന്നൊക്കെ പറഞ്ഞ് കാണാം. പക്ഷെ ക്രിബ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കുമ്പോൾ പോലും നല്ലത് കാണുന്നില്ല. എന്താണ് റീസൺ എന്നെനിക്കറിയില്ല. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് വയ്ക്കേണ്ടത് ക്രിബല്ലേ, പക്ഷേ ക്രിബ് മാത്രം നമുക്ക് എവിടെ കിട്ടാനില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അത് വല്ല മോളിലെങ്ങാനും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നെസ്റ്റോയിൽ വന്നൊന്ന് തപ്പാന്ന് വിചാരിച്ചാൽ. ട്രീ ഒക്കെ കുറേ ഉണ്ട്, ഓൺലൈനൊക്കെ കാണാം. നമ്മളൊരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരാൻ 2 ദിവസം പിടിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നല്ല വല്ല ട്രീ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങും. പിന്നെ ട്രീ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങും. പിന്നെ ക്രിബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും വാങ്ങും. ആദ്യം ഫസ്റ്റ് നമ്മൾ നെസ്റ്റോയിൽ കയറി നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം വേറെ എവിടെയെങ്കിലും പോയി നോക്കാം. ഡാനിക്ക് കുറച്ച് ഡ്രസ്സ് നോക്കണമെന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് കിഡ്സ് സെക്ഷനിലേക്കാണ് വന്നേക്കുന്നത്. കിഡ്സ് സെക്ഷനിലേക്കാ, ഡാനിയുടെ സെക്ഷനിലേക്കാണ് ഡാനി വന്നേക്കണേ. എന്നിട്ട് നോക്കുക ഏതാ ഇഷ്ടമായെന്ന്. ഇവിടെ കുറേ വിൻ്റർ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡാനിക്കൊരു ഡ്രസ്സൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ ക്രിസ്മസ് ഡെക്കോറിൻ്റെ ഏരിയയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ക്രിബ് വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ക്രിസ്മസ് ട്രീയുടെ കുറേ ഡിസ്പ്ലേ ഒക്കെ കണ്ടു. ഇതൊക്കെയാണ് ഇവിടുത്തെ ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസിലുള്ളത്. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ട്, ക്യാപ്പ് ഉണ്ട്, സാന്താക്ലോസ് ഉണ്ട്, അങ്ങനെ എല്ലാതും ഉണ്ട്. പക്ഷേ ക്രിബ് മാത്രം ഇവിടെ ഇല്ല, ഒരു സ്റ്റാച്യു പോലും ഇല്ല. ഇതാണ് അവർ ഫ്രണ്ടിൽ തന്നെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന ട്രീസ്. ഇത് തന്നെയുള്ളൂ കേട്ടോ, ഉള്ളിൽ വേറെ ഒന്നുമില്ല. ഇതൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള ക്രിസ്മസ് ട്രീസ് ആണ്. പിന്നെ റേറ്റ് എന്ന് പറയുന്നത് 99 ദിർഹംസ് തൊട്ട് 349 ആ ഒരു റേറ്റിലേക്കാണ് പോകുന്നത്. പിന്നെ കുഞ്ഞ് മിനി ക്രിസ്മസ് ട്രീസ് ഒന്നും ഞാൻ കണ്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. ട്രീ പിന്നെ നമ്മൾ എന്തായാലും ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്രിബ് കിട്ടാഞ്ഞാണ് എനിക്ക് ഭയങ്കര വിഷമമായിട്ട്. നെസ്റ്റോന്ന് ഇറങ്ങി നമുക്ക് ക്രിബിനുള്ള ഒന്നും കിട്ടിയില്ല. അവർ പറയുന്ന അതൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. ക്രിസ്മസിന് ക്രിബ് അങ്ങനെയൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അല്ലേ? അപ്പം നമ്മൾ വിചാരിച്ചു ഇനി സഫാരി മോളുണ്ട് ഇവിടെ അടുത്ത്, അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ലുലുമാളിൽ പോകും. അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങൾ ഇവനൊരു പാൻറ്റും പിന്നെ ഞങ്ങൾക്കൊരു ബെഡ്ഷീറ്റ് വാങ്ങാണ്ടായിരുന്നു, അത് വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ലുലു ഉണ്ട്, സഫാരി മാളുണ്ട്. നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് സഫാരി മാളിൽ പോവാം, എന്നിട്ട് അവിടെയും കിട്ടില്ലെങ്കിൽ ലുലുവിൽ പോവാം. അപ്പോൾ നമ്മളിതേ സഫാരി മോളിൽ വന്നേക്കാണ്. ഇനിയിപ്പോൾ ഇവിടെ ഏതെങ്കിലും ക്രിബ് എങ്ങാനും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഒരു വലിയൊരു ഏരിയ തന്നെ ക്രിസ്മസ് ട്രീസും ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് വേറൊരു സെപ്പറേറ്റ് ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഏരിയയാണ്.
അപ്പോൾ ക്രിബ് ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അത് തെറ്റോണാവോ. പിന്നെ 20 ദിറംസിന് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്രിസ്മസ് ട്രീ ഞങ്ങൾ കണ്ടു കേട്ടോ. കയറി വരുമ്പോൾ തന്നെ ഒരു ക്രിസ്മസ് ട്രീ 20 ദിറംസിന് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ലാഭമാണ്. പക്ഷെ നമുക്ക് വേണ്ടത് ഒരു കുട്ടി ക്രിസ്മസ് ട്രീ ആയതുകൊണ്ട് ഞങ്ങൾ അത് വാങ്ങിയില്ല, അല്ലെങ്കിൽ അത് വാങ്ങിയാൻ കേട്ടോ. നിർഭാഗ്യവശാൽ നമുക്ക് ഇവിടെയും ക്രിബിനുള്ള ഐറ്റംസോ ക്രിബോ കിട്ടി. അപ്പൊ ഞാൻ ഈ കാണുന്ന ഈ ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ എടുത്തങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ. എന്നാലും എന്ത് കഷ്ടല്ലേ. നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളൊരു ഐസ്ക്രീം കഴിച്ചിട്ട് ഇവിടുന്ന് നേരെ ലുലുവിലേക്ക് പോകും. ആൻഡ് ഇത് ഞങ്ങൾക്ക് 1 ദിറംസിന് കിട്ടിയ ഐസ്ക്രീമാണ് BRൻ്റെ. എഡ്വിൻ എന്തോ കൂപ്പണല്ലേ, കൂപ്പൺ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾക്ക് 1 ദിറംസിന് ഒരു ഐസ്ക്രീം 1 ദിറംസ്, അങ്ങനെ നമുക്ക് 2 ദിറംസിന് ഐസ്ക്രീം കിട്ടി. എനിക്ക് BRൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലേവർ ഹണി നട്ടാണ്. ഡാനി നോക്കിയിരിക്കണ കണ്ടിട്ട് ആ ഐസ്ക്രീമിൽ നട്ട് ഉണ്ടാവില്ലേ, അതെടുത്ത് കൊടുത്തുട്ടോ അവന്. ഡാനിക്ക് ഇഷ്ടമായ? ഡാനി ഇഷ്ടമായ? നമുക്കൊന്നും കിട്ടിയില്ല. നമ്മളത് ഓൺലൈൻ ഓർഡർ ചെയ്യാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ എന്തായാലും ക്രിബ് വെക്കണം എന്നൊരു വാശിയായിരിക്കും. ഇവിടുത്തെ ഞാൻ സെൻറ്റ് മൈക്കിൾസ് ചർച്ചിൽ ഞാൻ അന്ന് പള്ളി പോയപ്പോൾ ക്രിബ് കണ്ടായിരുന്നു. ഇനി ഒന്നെങ്കിൽ അവിടെ നിന്ന് വാങ്ങും, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്യും. മെയിനായിട്ട് എനിക്കല്ല കേട്ടോ, എഡ്വിനാണ് വാശി വന്നത്. കാരണം എന്താ വെച്ചാൽ എഡ്വിന് ഡെക്കറേഷനൊന്നും വേണ്ടാന്നായിരുന്നു. പക്ഷെ ക്രിബ് എവിടെയും കിട്ടാതായപ്പോൾ എന്തായാലും ക്രിബ് ഓൺലൈനെങ്കിലും ഞാൻ വാങ്ങി വെക്കുന്ന ലാസ്റ്റ് എഡ്വിൻ പറഞ്ഞത്. സെൻറ്റ് മൈക്കിൾ ചർച്ചിലപ്പോൾ ഞങ്ങൾ ഒരെണ്ണം കണ്ടിരുന്നു. അന്നേ അവിടെ നിന്ന് വാങ്ങിയാൽ മതിയായിരുന്നു അന്ന് പള്ളിയിൽ പോയപ്പോൾ. ഇനിയിപ്പോൾ വീണ്ടും പള്ളിയിൽ പോയിട്ട് വാങ്ങണം, അല്ലെങ്കിൽ ഓൺലൈൻ എങ്ങനെ വാങ്ങാമെന്നാണ് വിചാരിക്കണേ. ആമസോണിലെങ്ങാനും നോക്കി നോക്കണം. അങ്ങനെ ഇന്നത്തെ ടെൻഡൽ ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. എന്തായാലും ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയി. ഒരു സ്ഥലത്ത് ഒരു ക്രിബില്ല എന്ന് പറയുമ്പോഴാണ്, ക്രിബിൽ ഈശോൻ്റെ സ്റ്റാച്യു ഒന്നുമില്ല എന്ന് പറയുമ്പോഴാണ് ഒരു എന്നെല്ലാം ഉണ്ടായിരിക്കും. ഹലോ. അപ്പോൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ നമുക്ക് ഒരു ക്രിബ് കിട്ടി. പക്ഷേ അത് 3 to 5 days ആണ് ഡെലിവറി ടൈം കാണിക്കുന്നത്. നമ്മളത് അപ്പം തന്നെ ഓർഡർ ചെയ്തു. ഇന്നിപ്പോൾ ഏകദേശം അത് ഓർഡർ ചെയ്തിട്ട് 2 days ആയി. പക്ഷെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോഴും ആപ്ലിക്കേഷനിൽ 3 to 5 days തന്നെയാണ് കാണിക്കുന്നത്. നമുക്കറിയില്ല അത് എപ്പോഴാണ് വരികയെന്ന്. എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന, നമ്മൾ അവിടെ നിന്ന് ട്രീ ഒന്നും വാങ്ങിയില്ല കേട്ടോ. നമുക്കൊരു കുഞ്ഞ് ട്രീ അല്ലേ വേണ്ടിയിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് മോളുകളിൽ നിന്നൊന്നും ട്രീ വാങ്ങിയില്ല. അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇത് ആ സമയത്ത് തുറന്ന് നോക്കിയായിരുന്നു കേട്ടോ. സോ തുറന്ന് നോക്കിയതെന്ന് വെച്ചാൽ ജസ്റ്റ് പെട്ടി പൊളിച്ച് നോക്കി. ആ കവറിൻ്റെ ഉള്ളിൽ നിന്ന് ട്രീ പുറത്തേക്ക് എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. അതെ, ഇതാണ് ട്രീ. ആ ട്രീൻ്റെ ഒപ്പം ഇത് ഏകദേശം ഒരു 50 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. നമ്മൾ ഒരു ടേബിളിൻ്റെ മേലെ വെക്കാം എന്നുള്ള രീതിക്കായിട്ട് വാങ്ങിയതാണ്. ഇതിങ്ങനെ നിവർത്താനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 50 സെൻറ്റിമീറ്റർ ഒക്കെ ആവും. അപ്പോൾ 50 സെൻറ്റിമീറ്റർ ആവും. ഇതാണ് ട്രീ. പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, കാണുന്നുണ്ടോ? പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡും അതൊക്കെ ഇതിലുണ്ട്, കണ്ടില്ലേ? അപ്പം പിന്നെ ഇതിനൊപ്പം തന്നെ ഒരു ലൈറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ബാറ്ററി വെച്ച് വർക്ക് ചെയ്യുന്ന ലൈറ്റാണ്. അപ്പോൾ ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാം നമുക്ക്. ഞാനത് പൊളിച്ച് വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ 2-3 days കഴിഞ്ഞിട്ട് എനിക്കറിയാം ഞാൻ അത്യാവശ്യം ലേറ്റാണ് ഇതൊക്കെ ക്രിസ്മസ് ട്രീ വെക്കാനും ക്രിബ് ഉണ്ടാക്കാനും എല്ലാത്തിനും. പക്ഷേ എന്തായാലും നമ്മൾ ലേറ്റായി പോയി. പിന്നെ നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ചറിഞ്ഞപ്പോൾ പിന്നെയും ലേറ്റാക്കി. ലൈക്ക് നമുക്ക് ക്രിബ് കിട്ടിയില്ല. ക്രിബിന് ഓർഡർ ചെയ്തിട്ട് എന്നാണോ വരിക, അറ്റ്ലീസ്റ്റ് ക്രിസ്മസിൻ്റെ തലേദിവസമെങ്കിലും വന്നാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ പ്രാർത്ഥന. സോ അതും കൂടെ ഫസ്റ്റ് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതുവരെ വന്നിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ ക്രിസ്മസ് ട്രീയെങ്കിലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അത് ക്രിസ്മസ് ട്രീ ഇവിടെ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടിയിട്ടില്ല കുറച്ച് ഐറ്റംസ് ആണ് ഇതൊക്കെ. സ്റ്റാറ്, പിന്നെ എന്താ കുറച്ച് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. മേരി ക്രിസ്മസ് എഴുതിയിട്ടുള്ള സാധനം.
പിന്നെ ഈ ഗിഫ്റ്റ് ബോക്സ്, ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് പിന്നെ 2 ബോവൊക്കെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനത്തെ. പിന്നെ ബെൽ, കുറച്ച് ഇതൊക്കെ ഇതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ളതാണ്. അതുപോലെ ഇപ്പം ഈ ഞാൻ കാണിച്ചതൊക്കെ ഇതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ളതാണ്. ഇനി ഞാൻ കുറച്ച് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. സോ ഇതൊക്കെ ഞാൻ ഈ ട്രേയിലേക്ക് വെച്ചിട്ട് കാണിച്ചത്. ഞാൻ ഇവിടെയാണ് ഈ ടേബിളുമെയാണ് ക്രിസ്മസ് ട്രീ വെക്കുന്നത്. ക്രിസ്മസ് ട്രീ ഞാൻ ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത സാധനം കിട്ടാൻ 3 to 5 days എടുക്കുമല്ലോ. ഇപ്പോഴും അത് ഓൺലൈനിൽ നോക്കുമ്പം അങ്ങനെ തന്നെയാണ് കാണിക്കണത്. സോ നമുക്കൊരു ഉറപ്പില്ല അത് എപ്പോഴാണ് വരികയെന്ന്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് പള്ളിയിൽ പോയിട്ട് ക്രിബ് വാങ്ങിക്കാം. സോ കുർബാനയും കാണാം. അങ്ങനെ പള്ളിയിൽ പോയിട്ട് നമ്മൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ. സോ പള്ളിയിൽ പോകുന്ന വഴിയാണ്. എഡ്വിനും ഡാനിയും ഓൾറെഡി നടന്നു. ഞാൻ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവരെ തപ്പണം. എന്നിട്ട് നമ്മൾ പള്ളിയിൽ പോയിട്ട് കുർബാന കാണും. കുർബാന കണ്ടു കഴിഞ്ഞാൽ അവിടെ ക്രിബ് ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് പോയപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ തണുപ്പായിട്ടോ, വിൻ്ററാണ്. 17 degrees Celsius ആയിരുന്നു ഇന്നലെ. ഇന്നിപ്പോൾ 15 degree ആയിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്വെറ്റ് ഷർട്ടിലേക്കൊക്കെ മാറി. ആരവിടെ ആരത്? അങ്ങനെ നമ്മളിത് ബസ്സൊക്കെ കയറി, പള്ളിയിലേക്കുള്ള ബസ് കയറി കഴിഞ്ഞാൽ കുറച്ച് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. 7 മണിക്കാണ് കുർബാന. നമ്മൾ 7 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തും. കുർബാനയ്ക്ക് മുന്നേ നമുക്ക് എത്താൻ പറ്റും. ഇത് പള്ളിയിൽ ഉണ്ടായിരുന്ന പ്രോഗ്രാംസ് ആണ് കേട്ടോ. I believe you all enjoyed this wonderful show, the Christmas caroling. Will you just encourage our children by clapping your hands? Yes! And all characters from all the way from different continents are here. Let's give them also a big hand. Okay, Mohammed and Jesus are also here, so just give a big hand to Jesus also. Joseph and Mary. ഇവിടെ ദേ ഇങ്ങനെ പുൽക്കൂടൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്തത് ക്യാൻസൽ ചെയ്യാൻ നോക്കി. അങ്ങനെ നോക്കിയപ്പോഴാണ് അതിൽ കണ്ടത് ഔട്ട് ഫോർ ഡെലിവറിന്ന്. ഇത് അവർക്ക് കുറച്ച് നേരത്തെ അപ്ഡേറ്റ് ചെയ്യായിരുന്നില്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഓർഡർ ചെയ്ത നമ്മുടെ ക്രിബ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരും. പിന്നെ നോക്കിയപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് ലാഭം. നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള പുൽക്കൂട് ഇവിടെ വെച്ചതിനേക്കാളും പകുതി റേറ്റിനാണ് കിട്ടിയത്. പിന്നെ അത് വരുന്നത് നാട്ടിൽ നിന്നുമാണ്. അപ്പൊ നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു. പിന്നെ ഈ പള്ളിയുടെ അടുത്ത് തന്നെയാണ് മെഗാമോൾ. അവിടെ നല്ല ഭംഗിയിൽ അവര് ക്രിസ്മസ് ഡെക്കോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ അടുത്ത ദിവസം നമ്മുടെ ക്രിബ് എത്തി. എന്നെക്കാൾ ഇൻട്രസ്റ്റ് ആർക്കാന്ന് കണ്ട. നമ്മൾ പള്ളിയിൽ കണ്ടപ്പം ഇത്ര വലിപ്പമുള്ളതിന് 100 dirhams ഓർ 70 above ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കിത് കിട്ടിയത് 54 dirhams കേട്ടോ. പിന്നെ സ്റ്റാച്യൂസും കാണാൻ ഭംഗി ഇതാണ്. ക്രിബ് എന്തായാലും നമ്മൾ ഡിസപ്പോയിന്റ് ചെയ്തില്ല. വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു ക്രിബാണ് കിട്ടിയേക്കണത്. ആ രൂപങ്ങളുടെ ഒക്കെ ഫിനിഷിംഗ് ഇത്തിരി കുറവാണ്. നമ്മൾ ഡിസ്പ്ലേയിൽ കണ്ടത്ര ഫിനിഷിംഗ് ഇല്ല, പക്ഷെ മൊത്തത്തിൽ കൊള്ളാം. അങ്ങനെ ഞാൻ അത് ആ ടേബിൾമോ കൊണ്ടുപോയി വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. ഇപ്പോഴാണ് ഒരു കംപ്ലീറ്റ് ഫീൽ ആയത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.